ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ് തയ്യാറാക്കിയെടുക്കുന്നത്. വൈകിട്ട് നല്ല ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. കഴിക്കാൻ നല്ല രുചിയുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ഈ ഒരു പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനു വേണ്ടിയിട്ട് നമ്മളിവിടെ 1 കപ്പ് അവലാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ മട്ട റൈസിൻ്റെ അവലാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഏത് അവൽ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി ഈ അവൽ വെള്ളം ഒഴിച്ച് 2-3 പ്രാവശ്യം കഴുകി എടുക്കുന്നുണ്ട്. നമ്മൾ ഈ അവൽ കുതിരാൻ വേണ്ടിയിട്ട് വെക്കേണ്ട ആവശ്യമില്ല. നമ്മളിത് കഴുകുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് വരും. ഇവിടെ ഇപ്പോൾ അവൽ കഴുകി വെള്ളം കളഞ്ഞ് ഈ ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചേരുവകൾ ചേർത്ത് കൊടുക്കണം. ആദ്യം തന്നെ ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിവിടെ ഒരു ചെറിയ സവാളയാണ് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതാണ് ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് കറിവേപ്പില അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില അരിഞ്ഞതാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ പെരുംജീരകമാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ എരിവിന് ആവശ്യത്തിന് വേണ്ട മുളക് പൊടിയാണ് ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളിവിടെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/2 കപ്പ് അളവിൽ കടലപ്പൊടിയാണ് ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ചൂടായ ഓയിൽ കൂടി ചേർത്ത് കൊടുത്തിട്ട് സ്പൂൺ കൊണ്ട് തന്നെ നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ പലഹാരം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഏത് ഓയിൽ വേണമെങ്കിലും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം കൈകൊണ്ട് തന്നെ എല്ലാം കൂടി നല്ലതുപോലെ കുഴച്ചെടുക്കണം. നമ്മളിത് കുഴച്ചെടുക്കുന്ന ടൈമിൽ വെള്ളം ചേർക്കാതെ തന്നെ നമുക്കിത് കുഴച്ചെടുക്കാൻ കഴിയും. അഥവാ വെള്ളം ചേർക്കേണ്ടി വന്നാൽ തന്നെ 1-2 ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. കുഴച്ചെടുക്കുന്ന ടൈമിൽ ലൂസായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ കടലപ്പൊടി ചേർത്ത് കൊടുത്ത് കറക്റ്റാക്കി എടുത്താൽ മതി. നല്ലതുപോലെ പ്രസ് ചെയ്ത് കൊടുത്ത് നമ്മളിത് കുഴച്ചെടുക്കണം. നമ്മളിത് കുഴച്ചെടുക്കുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഓയിൽ കയ്യിൽ പുരട്ടിയതിന് ശേഷം കുഴച്ചെടുത്താൽ മതിയാകും. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇപ്പോൾ ഇവിടെ ഇത് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഓയിൽ കയ്യിൽ പുരട്ടിയതിന് ശേഷം ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഈ ഒരു ഷേപ്പിലാണ് റെഡിയാക്കി എടുക്കുന്നത്. ബാക്കിയുള്ളതും ഈ ഒരു ഷേപ്പിൽ തന്നെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ എല്ലാം ഈ ഒരു ഷേപ്പിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നും ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് പലഹാരം ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഓയിൽ ഇപ്പോൾ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ചൂടായ ഓയിലിലേക്ക് നമുക്കിത് ഓരോന്നും ഇട്ട് കൊടുക്കാം. ഓയിലിലേക്ക് ഇട്ട ഉടനെ തന്നെ ഇളക്കി കൊടുക്കരുത്, പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. 2 മിനിറ്റിന് ശേഷം നമുക്കിത് തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം. ഗ്യാസ് ഫ്ലെയിം കൂട്ടിവെക്കരുത്, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഗ്യാസ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിത് തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം. ഇവിടെ ഇതിപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് ഓയിലിൽ നിന്നും ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് കോരി മാറ്റാം. ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു പലഹാരം ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സ്നാക്സ് മുഴുവൻ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു 4 മണി പലഹാരം എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടമാകും. എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം. ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്